ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അൽജിസ്റ്റ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ് പഠിച്ചത്. 7 പോയിൻറ്റ്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. അത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് അതിൻ്റെ ആ പോയിൻറ്റ്സ് ഓർഡർ ബൈ തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും 5 മാർക്സ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. നമുക്കിനി പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ആണ്. വിവിധ തരം ഇൻഷുറൻസ്. ഏതൊക്കെ ടൈപ്പ് ഇൻഷുറൻസുകളാണ് ഉള്ളത്? പ്രധാനമായും 2 തരത്തിലുള്ള ഇൻഷുറൻസ് ആണുള്ളത്. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. പ്രധാനമായും 2 ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. അതിൽ തന്നെ ജനറൽ ഇൻഷുറൻസിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അഗ്നിബാധ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ് ആൻഡ് മറ്റു ഇൻഷുറൻസുകൾ. ഇൻഷുറൻസ് 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ്, പിന്നെ ജനറൽ ഇൻഷുറൻസ്. ജനറൽ ഇൻഷുറൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. എത്രയായിട്ട്? 3 ആയിട്ട്. ഏതൊക്കെയാണ്? ഫയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, പിന്നെ അതർ ഇൻഷുറൻസ്. അഗ്നിബാധ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, മറ്റ് ഇൻഷുറൻസുകൾ. ക്ലിയർ ആയോ? ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എത്ര തരമാണ്? എത്രയാ? 2 എണ്ണം അല്ലേ? ഏതൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസും പിന്നെ ജനറൽ ഇൻഷുറൻസും. ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും. ജനറൽ ഇൻഷുറൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട്? 3 ആയിട്ട്. ഏതൊക്കെയാണ്? അഗ്നിബാധ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ് ആൻഡ് മറ്റു ഇൻഷുറൻസുകൾ. ക്ലിയർ ആയോ അത്? ഇനി എന്താണ് ലൈഫ് ഇൻഷുറൻസ് അല്ലേ? ലൈഫ് ഇൻഷുറൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ്. ലൈഫ് ഇൻഷുറൻസ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ഓഫ് റിസ്ക് ആണ് അല്ലേ? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അൺസേർട്ടൺ ആൻഡ് അൺപ്രെഡിക്റ്റബിൾ ആണ്. നമുക്ക് നാളെ നമ്മൾക്ക് നെക്സ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പറയാനോ ചിന്തിക്കാനോ കഴിയില്ല. നമ്മൾ വിചാരിക്കാത്തത് പലതുമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത്. നമ്മൾ ഒരിക്കൽ പോലും തിങ്ക് ചെയ്യാത്ത, നമ്മുടെ മൈൻഡിൽ പോലും വന്നിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ലൈഫിൽ നമ്മുടെ കൂടെ എന്തും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ എന്താണ് നമ്മളിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും ആരും അല്ലേ ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അൺസർട്ടൺ ആണ്. ഒരുപാട് റിസ്കുകൾ അടങ്ങിയതാണ്. ഒരുപാട് അപകട സാധ്യതകൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഒരിക്കലും ആ റിസ്കിനെ നമുക്ക് എന്തൊക്കെ ഒന്നുകൊണ്ടും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ മരണം തന്നെയാണ്. മരണത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ആർക്കും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അത് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും എന്തായാലും നമ്മുടെ ലൈഫിൽ അതൊരിക്കലും സംഭവിച്ചിരിക്കും. അത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് റിസ്കുകൾ, അൺസർട്ടൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ അതിനെ ഒന്ന് ലഘൂകരിക്കണം. ഒരിക്കലും നമുക്ക് ഒരാൾക്കൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് അതിനെ നികത്താൻ സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അതിൽ നിന്ന് നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ, അല്ലെങ്കിൽ അത് ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അവരാരെയൊക്കെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആരൊക്കെയാണോ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ ആ ഒരു ലോസിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് ഇൻഷുർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടത്തെ ഒന്ന് ലഘൂകരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഓർ ലൈഫ് അഷ്യൂറൻസ് ഇസ് എ കോൺട്രാക്ട് whereby the insurer, in consideration of a premium, undertakes to pay the assured or to his dependents a specified sum of money on the expiry of a certain period or on the death of the assured, whichever is earlier. ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് അഷ്യൂറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോൺട്രാക്റ്റ് ആണ് അല്ലേ? ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് അഷ്യൂറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്റ്റിൽ എന്താ പറയുന്നത്? whereby the insurer, in consideration of a premium, ഒരു പ്രീമിയത്തിൻ്റെ കൺസിഡറേഷനിൽ ഇൻഷുറർ undertakes to pay the assured or to his dependents, to his dependents a specified sum of money on the expiry of a certain period
ഓർ ഓൺ ദ ഡെത്ത് ഓഫ് ദ അഷ്വേർഡ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇൻഷുറൻസ് എടുത്ത ആൾ ഒരു നിശ്ചിത പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ ഇൻഷുറൻസിൻ്റെ കാലാവധി വരുമ്പോഴോ ഇൻഷുർ ചെയ്ത ആൾ മരിക്കുമ്പോഴോ ഏതാണ് ആദ്യം സംഭവിക്കുന്നതെങ്കിൽ അപ്പോൾ ഒരു നിശ്ചിത തുക ഇൻഷുറൻസ് എടുത്ത ആൾക്കോ അയാളുടെ ആശ്രിതർക്കോ നൽകാമെന്ന് ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്ന കരാറാണ് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് അഷ്വറൻസ് എന്ന് പറയുന്നത്. എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരു നിശ്ചിത തുക പ്രീമിയമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ, അല്ലേ, ഒരു നിശ്ചിത തുക പ്രീമിയമായിട്ട് അടയ്ക്കണം. കൺസിഡറേഷൻ ഓഫ് പ്രീമിയത്തിൻ്റെ പേരിലാണ് പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് അഷ്വേർഡിന് എന്താണ് ഇൻഷുറൻസ് എടുത്ത ആൾക്കോ അല്ലെങ്കിൽ അയാളുടെ ആശ്രിതർക്കോ അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്കോ ഒരു സ്പെസിഫൈഡ് ഒരു നിശ്ചിത തുക എന്തായി നൽകും? തിരിച്ച് നൽകും. എപ്പോൾ? ഓൺ ദ എക്സ്പയറി ഓഫ് എ സെർട്ടൻ പീരീഡ്. നമ്മൾ ഈ ലൈഫ് ഇൻഷുറൻസിൻ്റെ പീരീഡിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ, അല്ലേ, കാലാവധി. എത്ര നാളാണോ നമ്മൾ ആ പീരീഡ് പറഞ്ഞിരിക്കുന്നത്, എത്ര നാളത്തേക്കാണോ നമ്മൾ ആ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ കാലാവധി തീരുമ്പോഴോ അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് എടുത്ത വ്യക്തിയുടെ മരണം സംഭവിക്കുമ്പോഴോ ഇതിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത്? ആ സമയത്ത് എന്ത് ചെയ്യും? ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഒരു സെർട്ടൻ സം ഓഫ് മണി നൽകാമെന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് അഷ്വറൻസ് എന്ന് പറയുന്നത്. എന്തിൻ്റെ കൺസിഡറേഷനിലാണ്? പ്രീമിയം. നമ്മളൊരു നിശ്ചിത തുക അടയ്ക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? അവർ ആ എമൗണ്ട് തിരിച്ച് നമുക്ക് തരത്തുള്ളൂ. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് 10 വർഷത്തേക്കാണെന്ന് വിചാരിക്കാം. ഒരു 20 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരാൾ 10 വർഷത്തേക്കാണ് ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് എങ്കിൽ അയാൾ 40 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ എമൗണ്ട് തിരിച്ചു കിട്ടാം. അതല്ല അയാൾ ഈ 10 വർഷത്തിന് മുമ്പേ മരിച്ചു പോവുകയാണെങ്കിൽ അതിന് ആദ്യം ഏതാണോ സംഭവിക്കുന്നത്, ഇല്ലെങ്കിൽ 10 വർഷം അതിൻ്റെ എക്സ്പയറി പീരീഡ് എന്ന് പറയുന്നത് എന്നാണ്? 10 വർഷമാണ്. അതല്ല 10 വർഷത്തിന് മുമ്പ് അയാൾ മരിക്കുകയാണെങ്കിൽ ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതിന് അപ്പോൾ എന്ത് ചെയ്യും? സെർട്ടൻ സം ഓഫ് മണി തിരിച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകുന്നതിനെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഓർ ലൈഫ് അഷ്വറൻസ്. ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് അഷ്വറൻസ് ഈസ് എ കോൺട്രാക്ട്. ഇതൊരു കോൺട്രാക്റ്റ് ആണ് വെയർ ബൈ ദ ഇൻഷുറർ ഇൻ കൺസിഡറേഷൻ ഓഫ് എ പ്രീമിയം. നിശ്ചിത തുക പ്രീമിയമായി അടയ്ക്കാമെന്ന കരാറിന്മേൽ undertakes to pay the assured or to his dependents. undertakes to pay the assuredനോ അല്ലെങ്കിൽ അയാളുടെ ആശ്രിതർക്കോ specified sum of money on the expiry of a certain period or the death of the assured whichever is earlier. അഷ്വേർഡിനോ അല്ലെങ്കിൽ അഷ്വേർഡിൻ്റെ ആശ്രിതർക്കോ ഒരു നിശ്ചിത തുക ഇൻഷുറൻസ് എടുത്ത ആൾക്കോ അയാളുടെ ആശ്രിതർക്കോ നൽകാമെന്ന് ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്ന കരാറാണ് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് അഷ്വറൻസ്. അതെപ്പോഴാണ് തരുന്നത്? ഓൺ ദ എക്സ്പയറി ഓഫ് എ സെർട്ടൻ പീരീഡ്, അല്ലേ, ഒരു സെർട്ടൻ പീരീഡിന് എക്സ്പയർ ആകും, കാലാവധി തീരുമ്പോഴോ അല്ലെങ്കിൽ ഓർ ഓൺ ദ ഡെത്ത് ഓഫ് ദ അഷ്വേർഡ് മരണം സംഭവിക്കുമ്പോഴോ ഇതിൽ ഏതാണോ ഫസ്റ്റ് നടക്കുന്നത്? വിച്ച് ഓവർ ഈസ് ഏർലിയർ. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് നൽകാമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു കരാറിനെയാണ് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് അഷ്വറൻസ് എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.